Hi everyone. Are, have, can, should, could have, should have. ഇവരൊക്കെ ആരാ? ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇവർ വെച്ച് കുറച്ച് സെൻറ്റൻസ് ഉണ്ടാക്കാം. എത്ര ആൾക്കാർ വീഡിയോ ഓപ്പൺ ചെയ്യുമെന്നറിയില്ല. ഓപ്പൺ ചെയ്ത ആൾക്കാർ ഒരു 5 മിനിറ്റ് മാറ്റി വെക്കൂട്ടോ, അത്രേ ഉള്ളൂ വീഡിയോ. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. നീ ഉറങ്ങുകയാണോ എന്നിങ്ങനെ ചോദിക്കുക. എന്തെങ്കിലും ഒരു കാര്യം ആണോ എന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് മനസ്സിൽ വരേണ്ടത് ആർ യു സ്ലീപ്പിംഗ്? അപ്പോൾ നീ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, നീ ഒരു സ്റ്റുഡൻ്റ് ആണോ എന്നെങ്ങനെ ചോദിക്കുക. ആർ യു എ സ്റ്റുഡൻറ്റ്? ഇനി അവൾ ഉറങ്ങുകയാണോ എന്നെങ്ങനെ ചോദിക്കുക. ഇവിടെ മൂന്നാമതൊരാളെക്കുറിച്ചാണ് പറയുന്നത്, നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാളെക്കുറിച്ച് പറയുമ്പോൾ ഈസ് ഷീ അല്ലെങ്കിൽ ഈസ് ഹീ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവൾ ഉറങ്ങുകയാണെന്ന് എങ്ങനെ ചോദിക്കും? ഈസ് ഷീ സ്ലീപ്പിംഗ്? അല്ല, അവൾ ഉറങ്ങുകയല്ല എന്നെങ്ങനെ പറയും? നോ ഷീ ഇസ്ൻ്റ്. ആ ഡോറൊന്ന് തുറക്കുമോ? മറ്റൊരാളോട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ക്യാൻ യു ഓപ്പൺ ദ ഡോർ. ഇനി കുറച്ചുകൂടെ ഒന്ന് പൊളൈറ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തും പരിചയമില്ലാത്ത ആളോട് സംസാരിക്കുന്ന ഒരുപോലെ അല്ലല്ലോ, അതുകൊണ്ടാണ് ഇവിടെ ക്യാൻ കുട്ടാക്കിയത് കേട്ടോ. നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് പറയാൻ നമ്മൾ ഷുഡ് യൂസ് ചെയ്യും. നീ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. നീ ചെയ്യണം എന്ന് പറയാൻ യു ഷുഡ് ഡ്രൈവ് കെയർഫുള്ളി. നീ വേഗം വണ്ടി ഓടിക്കണം എന്നറിയാൻ യു ഷുഡ് ഡ്രൈവ് ഫാസ്റ്റ്. നമ്മൾ കെയർഫുള്ളി പറയുന്ന പോലെ ഫാസ്റ്റ്ലി എന്ന് പറയരുത് കേട്ടോ, ഫാസ്റ്റ്. ഇനി നിൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഡു യു ഹാവ്. അപ്പോൾ നിനക്കൊരു അനിയത്തി ഉണ്ടോ എന്നങ്ങനെ ചോദിക്കുക. ഡു യു ഹാവ് എ സിസ്റ്റർ? നിനക്കൊരു പൂച്ചയുണ്ടോ എന്നങ്ങനെ ചോദിക്കും. ഡു യു ഹാവ് എ ക്യാറ്റ്? പറഞ്ഞു പഠിക്കുമ്പം ഹാവിനോട് കൂട്ടി പറയാട്ടോ. ഡു യു ഹാവ് എ ക്യാറ്റ്? ഇനി അവളുടെ കയ്യിൽ പേന ഉണ്ടാവുമോ? നമ്മൾ രണ്ടുപേരും അല്ല, മൂന്നാമതൊരാൾ. അപ്പം ഇങ്ങനെ പറയാം, ഡസ് ഷീ ഹാവ് എ പെൻ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് കുഡ് ഹാവിനെ കുറിച്ചിട്ടാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമായിരുന്നു എന്ന് പറയാൻ നമുക്ക് കുഡ് ഹാവ് യൂസ് ചെയ്യാം. അത് പറയുമ്പോൾ കുഡ് ഹാവ് എന്ന് 2 വേർഡാക്കി പറയരുത്, കുഡ് ഹാവ്. അവർക്ക് ഇവിടെ ഇരിക്കാമായിരുന്നു. ദേ കുഡ് ഹാവ് സാറ്റ് ഹിയർ. കുഡ് ഹാവ് യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ? കുഡ് ഹാവിന് ശേഷം V3 ഫോമിലുള്ള വേർബായിരിക്കണം വരേണ്ടത്. ഞാൻ ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം. എനിക്ക് അവരുടെ കൂടെ പോകാൻ പറ്റുമായിരുന്നു. അവരുടെ കൂടെ പോയിട്ടില്ല, അവരുടെ കൂടെ പോകാൻ പറ്റുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കൂ. ഐ കുഡ് ഹാവ് ഗോൺ വിത്ത് ദം. ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് അവരുടെ കൂടെ പോകാൻ പറ്റും, ഞാൻ അവരുടെ കൂടെ പൊക്കോളാം എന്നങ്ങനെ പറയാം. ഐ ക്യാൻ ഗോ വിത്ത് ദം. അറിയാത്തവർക്ക് എന്തെങ്കിലും ഇത് മനസ്സിലായിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അവൻ എന്താ വരാതിരുന്നത്? അത് പാസ്റ്റ് ആണല്ലേ. അവൻ വന്നില്ല, പരിപാടി കഴിഞ്ഞു, അവൻ വന്നില്ല. അവൻ എന്താ വരാതിരുന്നേ? എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ വൈ ഡിഡ്ന്റ് ഹീ കം? ഇവിടെ പാസ്റ്റ് ആയിട്ട് നമ്മൾ എന്താ ഗെയിം ആക്കാതിരുന്നേ? ബിക്കോസ് ഇവിടെ ഡിഡ് ആണ് കിങ്. ഞാൻ ഗ്രാമർ പറഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ ലെങ്ത് ആവും. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഡിഡ് വന്നു കഴിഞ്ഞാൽ മെയിൻ വേർബിനെ V1 ഫോമിലാണ് നിർത്തുക. അപ്പോൾ അവന് വന്നോ എന്ന് എങ്ങനെയായിരുന്നു ചോദിക്കുക? ഡിഡ് ഹീ കം എന്നാൽ അവൻ വന്നില്ല. ഡിഡ്ന്റ് ഹീ കം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനലിൽ പോഡ്കാസ്റ്റ് വീഡിയോസ് ഇടാറുണ്ട് കേട്ടോ. നിങ്ങളത് വെറുതെ ഇരിക്കുമ്പോൾ കേട്ടാൽ മതി. ഐ എം ഷുവർ നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവും. അവൻ കൂടുതൽ സമയം ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. ഇത് നമ്മളിപ്പോൾ പഠിച്ചതന്നെയാണ്. ഹീ കുഡ് ഹാവ് ഓവർ സ്ലെപ്റ്റ്. നമ്മൾ പോസിബിലിറ്റി ആണല്ലേ പറയുന്നത്, അങ്ങനെ ആയിട്ടുണ്ടാവാം. ഇതേ മീനിങ് തന്നെയാണ് ഹി മൈറ്റ് ഹാവ് എന്ന് പറഞ്ഞാലും കേട്ടോ. ഹി മൈറ്റ് ഹാവ് ഓവർ സ്ലെപ്റ്റ്. ഇത് രണ്ടും ഒരേ മീനിങ് തന്നെയാണ്. ഇനിയിപ്പോൾ അവൾക്ക് വീട്ടിൽ പോകാമായിരുന്നു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കോണ്ടെക്സ്റ്റില്ല, ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞില്ലേ. ഷീ കുഡ് ഹാവ് ഗോൺ ഹോം. അവൾക്ക് പോകാമായിരുന്നു. ഷീ കുഡ് ഹാവ് ഗോൺ ഹോം. നെക്സ്റ്റ് നമുക്ക് ഷുഡ് ഹാവിനെ കുറിച്ച് നോക്കാം. നീ അത് ചെയ്യണമായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ ഷുഡ് ഹാവ് യൂസ് ചെയ്യുക. കുഡ് ഹാവ് എന്തായിരുന്നു? പോവാമായിരുന്നു, ചെയ്യാമായിരുന്നു, ഇവിടെ ഇരിക്കാമായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഫസ്റ്റ് ടൈം കേൾക്കുകയാണെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് പറഞ്ഞിരുന്നത്. ഷുഡ് ഹാവിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നീ കുട എടുക്കണമായിരുന്നു. ഇപ്പോൾ മഴ പെയ്തു, നനഞ്ഞു, കുട എടുക്കണമായിരുന്നു. നിന്നോട് പറഞ്ഞാലേ കുട എടുക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് ടേക്കൻ ആൻ അംബ്രല്ല. നീ നേരത്തെ ഇറങ്ങണമായിരുന്നു. ഇപ്പോൾ ബസ് പോയില്ലേ, നേരത്തെ ഇറങ്ങണമായിരുന്നു. യു ഷുഡ് ഹാവ് ലെഫ്റ്റ് ഏർലി. ഞാൻ കൂടുതൽ പഠിക്കണമായിരുന്നു. ഇപ്പോൾ എക്സാം തോറ്റില്ലേ, കൂടുതൽ പഠിക്കണമായിരുന്നു. അങ്ങനെ പറയാതിരിക്കാൻ നമുക്ക് ഇപ്പോൾ പഠിക്കാം. ഐ ഷുഡ് ഹാവ് സ്റ്റഡീഡ് മോർ. ഇവരുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ട്, ഐ വുഡ് ഹാവ്. വീഡിയോക്ക് ലെങ്ത് കൂടും, ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാം. ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്യണേ. ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.